ഇത് നമ്മളെ ബാധിക്കുന്ന വിഷയമേ അല്ല. ബട്ട് ആസ് എ മദർ എവിടെയോ ഇരുന്ന് ആരെന്ത് പറഞ്ഞാലും നമ്മുടെ ഫാമിലി, നമ്മുടെ കുഞ്ഞുങ്ങളെ എസ്പെഷ്യലി നമ്മുടെ കുഞ്ഞുങ്ങളെ പറയുമ്പോൾ ആസ് എ മദർ നമുക്കൊരു വേദന ഉണ്ടാവും. ഇവിടെ ഒരു വേദന, നോട്ട് എന്താ പറയാ, പേടി അല്ലെങ്കിൽ അങ്ങനെയല്ല. എനിക്ക് എൻ്റെ കൊച്ചിനെ പറയുമ്പോൾ ഉണ്ടാകുന്നൊരു വേദന ഒരമ്മ എന്നുള്ള രീതിയിൽ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ബട്ട് എന്ത് ചെയ്യാൻ പറ്റും? ക്വസ്റ്റ്യൻ മാർക്ക്. അല്ല, അത് എന്ത് ചെയ്യാൻ പറ്റുന്നുള്ളതല്ല, അല്ല എന്ത് ചെയ്യാൻ പറ്റും ക്വസ്റ്റ്യൻ മാർക്ക്. ഈ വസ്ത്രധാരണ രീതിയെക്കുറിച്ചിട്ട് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ചർച്ചാ വിഷയം ഉണ്ടായിട്ടുണ്ട്, വിവാദമുണ്ടായിട്ടുണ്ട്. മഞ്ജു പിള്ളയുടെ മകള് ഒരു മോഡലാണ്. ഇപ്പോഴെങ്കിലും ഇട്ടൊരു ഫോട്ടോസൊന്നും അല്ല. കുറേ നാളുകൾക്ക് മുന്നേ അവരവരുടെ പേജിൽ പോസ്റ്റ് ചെയ്ത ഫോട്ടോസാണ് ഇപ്പോൾ വിവാദമായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു മോഡലിംഗ് രംഗത്ത് ഇതുപോലെയൊക്കെയുള്ള ഡ്രസ്സ് തന്നെയാണ് എല്ലാവരും ധരിക്കുക. അല്ലാതെ പർദ്ദയോ സാരിയോ ചുരിദാറോ ഒന്നുമല്ല മോഡലിങ്ങിൽ ധരിക്കുന്നത്. അത് എല്ലാവർക്കും അറിയാം. ഞാനൊരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് മോഡലുകളെ റെഡിയാക്കിയിട്ടുണ്ട്, ഒരുക്കിയിട്ടുണ്ട്. അങ്ങനെയുള്ള വർക്കുകൾ ഒരുപാട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ വസ്ത്രധാരണ രീതി എങ്ങനെയാണെന്ന് നമുക്കറിയാം. ഈ ഫോട്ടോസൊക്കെ 2023 ഇൻസ്റ്റാഗ്രാമിൽ പേജിൽ അവർ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. ഇത് ഇപ്പോൾ ഇങ്ങനെ വിവാദമാകാൻ എന്തായിരിക്കും കാരണം? അല്ല, ഇതിന് മാത്രം വൾഗറായിട്ടുള്ള എന്താണ് ഇതിലുള്ളത്? ഈ ഫോട്ടോസ് കാണുമ്പോൾ തന്നെ അറിയാം ഇതൊരു പ്രൊഫഷണൽ മോഡലിംഗ് ഒരു ഫോട്ടോസാണ്, അന്നേരം എടുത്ത ഫോട്ടോസ് ആണെന്ന് കാണുമ്പോൾ തന്നെ അറിയാം. പുറത്ത് പോകുമ്പോൾ ഈ വസ്ത്രങ്ങളൊന്നും അല്ല അവർ ധരിക്കുന്നത്. പക്ഷേ അവരുടെ ആ ഒരു മോഡലിംഗ് ആ ഒരു ടൈമിൽ അവർ ഇതേപോലെയുള്ള വസ്ത്രങ്ങൾ തന്നെയാണ് ധരിക്കുക. അപ്പോൾ അത് അവരുടെ പ്രൊഫഷനാണ്, അവരുടെ ആ ഒരു ജോലിയുടെ ഭാഗമാണ്. അന്നെടുത്തൊരു ഫോട്ടോ അവർ പോസ്റ്റ് ചെയ്തു. അതും മാസങ്ങളും വർഷങ്ങളും കഴിഞ്ഞപ്പോഴാണ് ഇതിപ്പോൾ വിവാദമാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവരോട് ഞാൻ ചോദിക്കട്ടെ, ഈ സോഷ്യൽ മീഡിയയിൽ നിമിഷ ബിജോയ് എന്ന് പറയുന്ന സ്ത്രീ കാണിക്കുന്നത് എന്താണ്? ഈ കാണുന്ന ഫോട്ടോസുകളെല്ലാം ഈ സ്ത്രീകൾ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. വളരെ വൾഗറായിട്ടുള്ള ഫോട്ടോസുകളാണ്. അതും പബ്ലിക്കായിട്ട് തന്നെ, സബ്സ്ക്രിപ്ഷനിലൊന്നും അല്ല, പബ്ലിക്കായിട്ട് കൊച്ചു കുട്ടികൾ പോലും ഉപയോഗിക്കുന്ന ഈ പ്ലാറ്റ്ഫോമിൽ ഇമാതിരിയുള്ള ഫോട്ടോസുകൾ ഇവളുമാർ എന്തുദ്ദേശത്തിലാണ് അപ്ലോഡ് ചെയ്യുന്നത്? എന്തുകൊണ്ടാണ് ആരും പ്രതികരിക്കാത്തത്? ഇവളുമാർ തരുന്ന മെസ്സേജുകൾ എന്തൊക്കെയാണ്? ഇതിനെതിരെ പ്രതികരിക്കൂ. അതുപോലെ തന്നെ ബിജി അവർ കാണിക്കുന്നത് എന്താണ്? അതുപോലെ തന്നെ നിഷാന നിച്ചു, പിന്നെ ഒരു കാമവാഹിനി, ഇവരൊക്കെ ഈ സോഷ്യൽ മീഡിയയിൽ ഇടുന്ന ഫോട്ടോകളും പോസ്റ്റുകളും എങ്ങനത്തെയാണ്? ഇവർ കൊടുക്കുന്ന വീഡിയോസ് എങ്ങനത്തെയാണ്? ഫോട്ടോയെക്കാട്ടിലും വളരെ വൾഗറായിട്ടുള്ള വാക്കുകളും മെസ്സേജുകളുമാണ് ഇവർ സമൂഹത്തിന് കൊടുക്കുന്നത്. ഇതിനെതിരെ എന്തുകൊണ്ട് ആരും പ്രതികരിക്കുന്നില്ല? അപ്പം നമ്മൾ ഒരുപാട് വീഡിയോസിന് പ്രതികരിച്ചിട്ടുണ്ട്. ഈ പറഞ്ഞ എല്ലാ ആൾക്കാരുടെ വീഡിയോസിന് ഞാൻ പ്രതികരിച്ചിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും വിവാദമാക്കാനോ ഇതൊന്നും സോഷ്യൽ മീഡിയയിൽ നിന്ന് നിർത്തലാക്കാനോ ആരും ശ്രമിക്കുന്നില്ല. മഞ്ജു പിള്ളയുടെ മകൾ അവരുടെ പ്രൊഫഷൻ്റെ ഭാഗമായിട്ട് ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്തപ്പോൾ അതിനെ എടുത്തിട്ട് വിവാദമാക്കാനും അതിനെ ഈ രീതിയിൽ ഒരു പെൺകുട്ടി എന്ന നിലയിൽ അങ്ങനെ പോലും കാണാതെ ആ കുട്ടിയെ തേജോവധം ചെയ്യാനും ഒരുപാട് പേരുണ്ടായി. നമ്മളതിനെ സപ്പോർട്ട് ചെയ്തപ്പോൾ സെലിബ്രിറ്റിയുടെ മകളായതുകൊണ്ടാണോ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത് എന്ന് ചോദിച്ച് വന്നവരും ഒരുപാടുണ്ടായി. അപ്പോൾ അങ്ങനെയുള്ളവരോട് പറയട്ടെ, സെലിബ്രിറ്റിയുടെ മകളായതുകൊണ്ട് മഞ്ജു പിള്ളയുടെ മകളെ സപ്പോർട്ട് ചെയ്യണം എന്നൊന്നുമില്ല. മഞ്ജു പിള്ളയുടെ മകളായാലും സെലിബ്രിറ്റിയുടെ മകളായാലും ഇനി ആരുടെ മകളാണെന്ന് പറഞ്ഞാലും മോശം രീതിയിൽ കാണിച്ചു കഴിഞ്ഞാൽ അതിനെ പ്രതികരിക്കും. അപ്പോൾ ഈ ഒരു ഫോട്ടോയ്ക്ക് അത് കാണുന്ന ഏതൊരു ആൾക്കും അറിയാം അതവരെ പ്രൊഫഷൻ്റെ ഭാഗമായിട്ട് ഇട്ടൊരു ഫോട്ടോയാണ്. ഈ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രം എടുത്ത ഫോട്ടോസ് അല്ല. അവർ മോഡലാണ്, മോഡലിങ്ങിൻ്റെ ആ ഒരു ടൈമിൽ അവരെടുത്ത ഒരു ഫോട്ടോ അത് അവരുടെ പേജിൽ അവർ പോസ്റ്റ് ചെയ്തു. അപ്പം അതിനെതിരെ, അതും ശരീരഭാഗങ്ങളൊക്കെ അത്യാവശ്യം മറച്ചിട്ടുമുണ്ട്. പക്ഷേ ശരീരഭാഗങ്ങളൊക്കെ തുറന്നു കാട്ടി കിടപ്പറയിലെ രംഗങ്ങൾ പോലും വൃത്തികെട്ട രീതിയിൽ സോഷ്യൽ മീഡിയയിൽ അവതരിപ്പിക്കുന്ന പല യൂട്യൂബേഴ്സ്, പല ആൾക്കാരുമുണ്ട്. അവരോടൊന്നും പ്രതികരിക്കാനോ അവർക്കൊന്നും അവരുടെ കാര്യങ്ങളിൽ വിവാദമാക്കാനോ അവരെ ഒന്ന് നിലയ്ക്ക് നിർത്താനോ ഒന്നും ആരും ഇതുവരെ ശ്രമിച്ച് കണ്ടിട്ടില്ല. അപ്പം നമ്മളൊക്കെ ഈ നിമിഷ ബിജോനെ, നിഷാന നിച്ചുവിനെ ഒക്കെ നമ്മൾ നല്ല രീതിയിൽ നമ്മൾ എതിർത്തിട്ടുണ്ട്. നിഷാന നിച്ചുവൊക്കെ കാണിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ മനുഷ്യൻ വെള്ളം കുടിക്കത്തില്ല. ആ രീതിയിലാണ് അവളുടെ
ശരീരഭാഗങ്ങളൊക്കെ അവർ കാണിക്കുന്നത്. അതുപോലെ തന്നെ കാമവാഹിനി, എന്തൊക്കെ വൃത്തികേടുകളാണ് അവർ സോഷ്യൽ മീഡിയയിൽ വന്ന് പറയുന്നത്. പക്ഷേ ഇതിനെതിരെ എന്തുകൊണ്ടാണ് ആരും ശബ്ദമുയർത്താത്തത്? എന്തുകൊണ്ടാണ് ഇവരുടെയൊക്കെ പോസ്റ്റിനെതിരെ ആരും പ്രതികരിച്ച് മുന്നോട്ട് വരാത്തത്? എന്തുകൊണ്ടാണ് ഇവരുടെയൊക്കെ ഇങ്ങനെയുള്ള വീഡിയോസ് നിർത്തലാക്കണമെന്നും പറഞ്ഞിട്ട് ആരും മുന്നോട്ട് വരാത്തത്? ഒരു ചെറിയ പെൺകുട്ടി അവളുടെ പ്രൊഫഷൻ്റെ ഭാഗമായിട്ട് ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്തപ്പോൾ അതിനെ വിവാദമാക്കാനും അതിനെ തെറി വിളിക്കാനും നിരവധി ആൾക്കാരാണ് വന്നിട്ടുള്ളത്. സപ്പോർട്ട് ചെയ്യുന്നത് മഞ്ജുപിള്ളയുടെ മകളായതുകൊണ്ട് എന്നും പറഞ്ഞു. അപ്പോൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ഈ സോഷ്യൽ മീഡിയയിൽ ഈ കിടപ്പറ രംഗങ്ങളും ശരീരഭാഗങ്ങളും ഒക്കെ കാണിച്ചിട്ട് വീഡിയോയും റീലുകളും ഒക്കെ ചിത്രീകരിക്കുന്ന കുറച്ച് ചേച്ചിമാരുണ്ട്. ഇവളുമാരുടെയൊക്കെ പേജുകൾ അല്ലെങ്കിൽ ഇവളുമാരുടെയൊക്കെ ഇതുപോലെയുള്ള ഇമ്മാതിരിയുള്ള വീഡിയോസൊക്കെ നിർത്തലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രതികരിക്കേണ്ടത്. ചെറിയ തലമുറകൾ പോലും ഇവളുമാരുടെയൊക്കെ വലയിൽ വീഴുന്നുണ്ട്. ഇവളുമാർ ഇതുപോലെ ഓരോ ഫോട്ടോ അങ്ങോട്ട് പോസ്റ്റ് ചെയ്യും, ഇന്നത്തെ സബ്സ്ക്രിപ്ഷൻ, ഇന്നത്തെ ഇത് എന്നും പറഞ്ഞിട്ട്. ഞാൻ ഇതിനു മുമ്പ് ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ട്. നമ്മുടെ പുതിയ തലമുറയെ കാർന്ന് തിന്നുന്ന രീതിയിലുള്ള വീഡിയോസുകളാണ് ഇവളുമാരിടുന്നത്. വളരെ വൾഗറായിട്ടുള്ള ഫോട്ടോസ് ഇടുക, നിങ്ങൾ സബ്സ്ക്രിപ്ഷൻ എടുത്താൽ മാത്രമേ നിങ്ങൾക്ക് ഇത് കാണാൻ സാധിക്കത്തുള്ളൂ എന്ന് പറയാം. അപ്പോൾ ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാരും കുട്ടികളായിട്ടുള്ള ആൾക്കാരും ഒക്കെ ചെന്ന് സബ്സ്ക്രിപ്ഷൻ എടുക്കും. അതുമൂലം ഇവർക്ക് നല്ല എമൗണ്ട് കിട്ടി. ഇതുകൊണ്ടാണ് ഇവളുമാരൊക്കെ ജീവിക്കുന്നത് തന്നെ. ജീവിതം ആഡംബരപൂർണ്ണമാക്കാൻ സ്വന്തം ശരീരത്തിൻ്റെ നഗ്നത മറ്റുള്ളവരെ കാണിച്ച് കാശുണ്ടാക്കുന്ന വെറും തരം താണ രീതിയിൽ ഈ സോഷ്യൽ മീഡിയയിൽ കാണിച്ച് ജീവിക്കുന്ന ഒത്തിരി സ്ത്രീകൾക്കുണ്ട്. അവർക്കെതിരെയാണ് പ്രതികരിക്കേണ്ടത്. അവരെയാണ് നമ്മൾ നിലയ്ക്ക് നിർത്തേണ്ടത്. ആദ്യം അതിന് മുന്നോട്ട് വാ, അതിനുശേഷം പോരെ ഈ വിവാദങ്ങളൊക്കെ. അപ്പോൾ ഈ ഒരു വിഷയത്തെക്കുറിച്ചിട്ട് എൻ്റെ അഭിപ്രായം ഇതാണ്. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂട്ടത്തിൽ ഹൈപ്പ് ചെയ്യാനും കൂടി മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ.